പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കും തൃശ്ശൂർ നഗരം ചുറ്റിക്കാണാനും ഒക്കെയായി KSRTC കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇറക്കിയതാണ് ഈ ഡബിൾ ഡെക്കർ ബസ്. 2 കോടി രൂപയോളമാണ് ഇതിൻ്റെ ഒരു ചിലവ്. ഡബിൾ ഡെക്കർ ബസ് തൃശ്ശൂരിൽ ആരംഭിച്ച സമയത്ത് മികച്ച കളക്ഷൻ ലഭിച്ചിരുന്നു. എന്നാൽ അവധിക്കാലം കഴിഞ്ഞതോടെ റിസർവേഷൻ ഇല്ലാതായി. ഒരാൾ പോലും റിസർവ് ചെയ്യാനില്ലാത്തതിനാൽ പല ദിവസങ്ങളിലും ബസ് സർവീസ് നടത്തുന്നില്ല. ഒടുവിൽ KSRTC തന്നെ ശനി ഞായർ ദിവസങ്ങളിലേക്ക് മാത്രമായി ഡബിൾ ഡെക്കർ ബസിന്റെ സർവീസ് നിജപ്പെടുത്തുന്ന അവസ്ഥയിലേക്കെത്തി കാര്യങ്ങൾ. ഇലക്ട്രിക് ബസ് ആയതിനാൽ വൈദ്യുതി ഉപയോഗത്തിന്റെ ചാർജും തൊഴിലാളികളുടെ ശമ്പളവും കൂട്ടിയാൽ ഒരു ദിവസത്തെ കളക്ഷൻ വളരെ കുറവാണ്. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ് ഈ ബസ് സ്ഥിരമായി ഹാൾട്ട് ചെയ്യുന്നത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇതിന് ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഇനി ചാർജ് ചെയ്യണമെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് പുത്തൂരിലേക്ക് പോകണം. അതും വല്ലപ്പോഴും മാത്രമേ പോകാറുള്ളൂ. ഡബിൾ ഡെക്കർ ബസ് ഓടുന്ന റോഡിൽ താഴ്ന്ന കേബിളുകളും മരങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നിലവിലോടുന്ന റൂട്ടിൽ അവയെല്ലാം മാറ്റിയതാണ്. പക്ഷേ ആളില്ലാത്തതിനാൽ മറ്റേതെങ്കിലും റൂട്ടിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചാൽ അവിടെ നിരവധി തടസ്സങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ 2 കോടി രൂപ മുടക്കി നിരത്തിലിറക്കിയ KSRTC ഇലക്ട്രിക് ബസ് ഇപ്പോൾ പല ദിവസങ്ങളിലും 1 രൂപ പോലും വരുമാനമില്ലാതെ വെറുതെ കിടക്കുകയാണ്.